ബെല്ലൈക്കൺ അടിക്കാം. അയ്യോ, നമസ്കാരം. ഞാൻ പ്രീതി പ്രകാശ് പറക്കാട്. ഏവർക്കും പറക്കാട് ജുവൽസ് യൂട്യൂബ് ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് നമുക്ക് ബെല്ലൊക്കെ അടിച്ചങ്ങോട്ട് തുടങ്ങാം. നമ്മളുടെ ഐഡൽസ് കളക്ഷനാണ്. അതുകൊണ്ട് നമ്മൾ വീണ്ടും ഒരിക്കൽ കൂടി ഇരിക്കട്ടെ. അപ്പോൾ എല്ലാ ദിവസവും സാധാരണ നമ്മൾ തുടങ്ങുന്നത് നമ്മളുടെ ആഭരണങ്ങളിൽ നിന്നാണ്. ഇന്ന് നമ്മൾ ആഭരണമല്ല, നമ്മളുടെ ഐഡൽസ് കളക്ഷൻ അല്ലേ. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് എന്തിൽ നിന്നാണ് തുടങ്ങണ്ടേ? ആദ്യം തന്നെ നമുക്ക് ഞാൻ ഏറ്റവും ആദ്യം എൻ്റെ ഓർമ്മയിൽ നിൽക്കുന്നത് മരപ്രഭു. ഞാനിത് നേരത്തെ കാണിച്ചിട്ടുണ്ട്. ഈ ഒരു വിഗ്രഹം എൻ്റെ ഓർമ്മയിൽ നിന്ന് ഒരിക്കലും പോവില്ല. കാരണം നമ്മളുടെ പ്രിയപ്പെട്ട ലാലേട്ടൻ മോദിജിയെ ആദ്യമായിട്ട് കാണാൻ പോയപ്പോൾ കൊടുത്ത വിശിഷ്ട സമ്മാനത്തിൻ്റെ പ്രതീകമാണിത്. അപ്പോൾ ലാലേട്ടന് ഭയങ്കര ഇഷ്ടപ്പെട്ടാണ്, എനിക്കും ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ നമ്മുടെ ഗുരുവായൂർ മരപ്രഭു. പിന്നെ അത് പറഞ്ഞപ്പോൾ ഓർക്കുന്നത്, നമ്മൾ ഈ ഒരു മാർച്ച് മാസം നമ്മളുടെ ഇന്ത്യൻ പ്രസിഡൻറ്റ് നേവൽ ബേസിൽ എത്തിയപ്പോൾ നമ്മുടെ രാഷ്ട്രപതിക്ക് നേവൽ ബേസ് സമ്മാനമായിട്ട് നൽകിയത് പറക്കാട്ട് ജുവൽസ് പ്രത്യേകം ഡിസൈൻ ചെയ്ത് ഡെവലപ്പ് ചെയ്തെടുത്ത ഒരു ദ്രോണാചാര്യ രൂപമായിരുന്നു. അത് ബ്ലാക്ക് ആൻഡ് ഗോൾഡിൽ. നമ്മളുടെ മരപ്രഭു ശരിക്കും ഫുൾ ഗോൾഡ് ആണ്. ഫുൾ ഗോൾഡല്ല, ഗോൾഡ് ലേയേഡ് കേട്ടോ. പറക്കാട്ട് ജുവൽസിൻ്റെ 24 ക്യാരറ്റ് പ്യുവർ ഗോൾഡ് ലേയേഡ്. പറക്കാട്ട് ജുവൽസിന് ഓർണമെൻറ്റ്സ് മാത്രമല്ല, 24 ക്യാരറ്റ് ഗോൾഡിൽ പൊതിയുന്നതെന്നുള്ളത് എല്ലാവരും മനസ്സിലാക്കുക. നിങ്ങൾ കസ്റ്റമൈസ് ചെയ്തോ, അതുപോലെ തന്നെ നിങ്ങളുടെ കയ്യിലുള്ള പഴയ ആമാടപ്പട്ടി തൊട്ട് മുറുക്കാഞ്ചെല്ലം തൊട്ട് വീട്ടിലുള്ള പൗരാണികമായ എന്ത് വസ്തുക്കളും, ഇനി നമ്മളുടെ ഗ്ലാസ് ആയിക്കോട്ടെ, പ്ലേറ്റ് ആയിക്കോട്ടെ, സ്പൂൺ ആയിക്കോട്ടെ, നമ്മൾ കഴിക്കുന്ന സ്വർണ്ണ തളിക ആയിക്കോട്ടെ, എല്ലാം എന്തും നമ്മൾ പറക്കാട്ട് ജുവൽസ് ഗോൾഡ് ലെയർ ചെയ്ത് നിങ്ങൾക്ക് എക്കാലവും സൂക്ഷിക്കാവുന്ന രീതിയിൽ, അമൂല്യമായിട്ട് സൂക്ഷിക്കാവുന്ന രീതിയിൽ, അതേപോലെ തന്നെ നമ്മൾ ഗൃഹപ്രവേശത്തിനോ അല്ലെങ്കിൽ നമ്മളുടെ മറ്റ് ഏത് സ്പെഷ്യൽ ഒക്കേഷൻസിനും സ്പെഷ്യലായിട്ട് കൊടുക്കാവുന്ന രീതിയിൽ എന്ത് ടൈപ്പ് ഐഡൽസ് നമ്മൾ ഡിസൈൻ ചെയ്ത് ഡെവലപ്പ് ചെയ്ത് കൊടുക്കുകയും ചെയ്യും. ഇനി നമ്മളുടെ കയ്യിലുള്ള കളക്ഷൻസ് ഒന്ന് കാണാം. അപ്പോൾ നമുക്ക് മനസ്സിലാവും എന്തൊക്കെ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഡിസൈൻ ചെയ്ത് തരാൻ സാധിക്കും എന്നുള്ളത്. ആദ്യം അതിനെ ഐശ്വര്യമായിട്ട് പറക്കാട്ടിൻ്റെ തുടക്കം ഒരു ഗണപതി ഐഡലിൽ നിന്നായിരുന്നു. ഞാൻ ഇതിനു മുമ്പ് പലതവണ ഈ സ്റ്റോറിയൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മളുടെ ഇത് ബ്ലാക്ക് ആൻഡ് ഗോൾഡ്, ഇത് ടെറാക്കോട്ടയും അതേപോലെ തന്നെ പ്യുവർ 24 ക്യാരറ്റ് ഗോൾഡും കൂടെ ലെയർ ചെയ്താണ്. ഇനി ഗോൾഡ് ലെയർ ചെയ്ത് മാത്രമായിട്ടുണ്ട്. കാരണം ഇത് ഫുള്ളായിട്ട് ഗോൾഡ് ലെയർ ചെയ്തതിന് ശേഷം അതിൻ്റെ മീതെ നമ്മൾ വേണ്ട പോർഷൻസ് മാത്രം ടെറാക്കോട്ടയിൽ വർക്ക് ചെയ്യുന്നതാണ്. അപ്പോൾ അതല്ലാതെ ഇതേപോലുള്ള കണ്ടോ, നമ്മൾക്ക് ഫുൾ ഗോൾഡൻ ആയിട്ടുള്ള ഐഡൽസ് ഉണ്ട്. ഇനി ഫുൾ ഗോൾഡ് മാത്രമല്ല, സിൽവറിൽ പൊതിഞ്ഞത് അങ്ങനെ വേണമെങ്കിൽ അതുമുണ്ട്. ഇനി അല്ല മൾട്ടി കളേഴ്സ് വേണമെങ്കിൽ ഇതേപോലുള്ള ഇതേപോലുള്ള എന്ത് കോമ്പിനേഷനിൽ വേണമെങ്കിലും ബ്ലൂ കളറ് കൃഷ്ണനെയും കൂടെ കാണിച്ചു തരാം. ഇങ്ങനെയുള്ള എന്ത് വേണമെങ്കിലും കളർ ടോണിലേക്ക് നമ്മൾക്ക് മിക്സ് ആൻഡ് മാച്ച് ചെയ്യുകയും ചെയ്യാം. അതേപോലെ തന്നെ ഇനി നമ്മൾക്ക് ഇപ്പം ഞാൻ ആദ്യം പറഞ്ഞ ഗണപതി രൂപം ഇത് മാത്രമല്ല, നമ്മൾക്ക് ഒട്ടേറെ വേർഷൻ ഗണപതി രൂപങ്ങളുണ്ട്. അപ്പോൾ പറക്കാട്ടിന് ഏറ്റവും ഇഷ്ടപ്പെട്ട ഗണപതി വിഗ്രഹം. ഈ ഒരു സ്റ്റോറി ഞാൻ പലതവണ പറഞ്ഞേക്കുന്നതാണ് നമ്മളുടെ യൂട്യൂബ് വീഡിയോയിലെല്ലാം. പറക്കാട്ടിൻ്റെ തുടക്കം ഇതുപോലുള്ള ഒരു ഐശ്വര്യമുള്ള ഒരു ഗണപതി വിഗ്രഹത്തിൽ നിന്നുള്ള പ്രചോദനത്തിൽ നിന്നായിരുന്നു. അപ്പോൾ അത് നമുക്ക് വീണ്ടും ഒരു എപ്പിസോഡും കൂടെ ഞാൻ ചെയ്യുന്നുണ്ട്. നമ്മളുടെ ഗണപതി വിഗ്രഹം ഇത് ഒരു സ്പെഷ്യൽ എന്ന് പറഞ്ഞാൽ 24 ക്യാരറ്റ് പ്യുവർ ഗോൾഡ് ലെയർ ചെയ്തിട്ട് അതിന് മീതെ വേണ്ട ഭാഗങ്ങളിൽ നമ്മൾ ടെറാക്കോട്ടയിൽ വർക്ക് ചെയ്തിരിക്കുന്നതാണ് കാണുന്നത്. അപ്പോൾ ഇതേപോലെ തന്നെ നമ്മൾക്ക് ഇനി ഗോൾഡ് ലെയർ ചെയ്തത്, സിൽവർ ലെയർ ചെയ്തത്, ബ്ലൂ ഷെയ്ഡ്സ്, അങ്ങനെ പല ഷെയ്ഡ്സും ഉണ്ട്. ഇനി ഡിഫറെൻറ്റ് ഭാവങ്ങളിലുള്ള ഗണപതി, ഇരിക്കുന്ന ഗണപതി, മദ്ദളം കൊട്ടുന്നത്, ചെണ്ട കൊട്ടുന്നത്, അങ്ങനെ പല രീതിയിലുള്ളതുണ്ട്, പല ഭാവങ്ങൾ. അത് ഗണപതിയിൽ മാത്രമല്ല, എല്ലാത്തിനും നമ്മൾക്ക് ഡിഫറെൻറ്റ് സൈസസ്, ഷേപ്പ് എല്ലാം വരുന്നുണ്ട്. അത് നമുക്ക് ഓരോന്നായിട്ട് കാണുകയും ചെയ്യാം. അതിനൊപ്പം തന്നെ ശരിക്കും പറഞ്ഞാൽ നമ്മളുടെ കാറിലൊക്കെ വെക്കാൻ വേണ്ടിയിട്ട് ഏറ്റവും കൂടുതൽ പോകുന്നത് ഈ വലിപ്പവും അതിൻ്റെ ചെറിയ വലിപ്പവും
വരുന്നുണ്ട്. ഇതേപോലെ ചെറിയ വലിപ്പമുണ്ട്. അപ്പോൾ ഈ ഒരു വലിപ്പത്തിലുള്ള കൂടുതലായിട്ട് കാറിൽ വെക്കാനും ചെറിയ ചെറിയ ഗിഫ്റ്റിംഗ് പർപ്പസിനൊക്കെ ആയിട്ട് ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്നത്. ഇനി അത് ഞാനിപ്പോൾ ഗണപതി പറഞ്ഞ് നമ്മളുടെ വലിപ്പമൊക്കെ ഒന്ന് അറിയാൻ വേണ്ടിയിട്ട് കാണിച്ചെന്നേ ഉള്ളൂ. ഇനി വലിയ ഗണപതി ഉണ്ട്. ബ്രാസിൽ ചെയ്തിട്ട് നല്ല വെയിറ്റ് വരുന്ന രീതിയിലുള്ള ഗണപതി വിഗ്രഹം വരുന്നുണ്ട്. ഇനി ഈ വലിപ്പം മാത്രമല്ല കേട്ടോ, നമ്മളുടെ ഒരു 3 അടി 4 അടി എത്ര ഹൈറ്റിൽ വേണമെങ്കിലും ഉള്ള വിഗ്രഹങ്ങളും ഏറ്റവും ചെറിയതായി ഈ വലിപ്പം വരെയുള്ള ഐഡൽസ് ഏത് വേണമെങ്കിലും. ഇനി ഇതിലും ചെറുതായിട്ടുണ്ട്, വളരെ മൈന്യൂട്ടായിട്ടുള്ളത് അവിടെ ഇരിക്കുന്നത് കണ്ടിട്ടുണ്ടെങ്കിൽ അറിയാൻ പറ്റും. വളരെ ചെറിയ വിഗ്രഹങ്ങളും നമ്മളുടെ പറക്കാട്ടിൻ്റെ എല്ലാ ഷോറൂംസിലും ലഭ്യമാണ്. അതേപോലെ തന്നെ ഇപ്പോൾ ആനക്കുട്ടി എന്ന് പറഞ്ഞാൽ നല്ല ഭംഗിയുള്ള ഇതേപോലെ ബ്ലാക്ക് ടെറാക്കോട്ടയും അതുപോലെ തന്നെ ഗോൾഡും കൂടെ ലെയർ ചെയ്തിട്ടുള്ള വലുത് ചെറുത്. ഇനി ഏറ്റവും ചെറിയൊരു ആനക്കുട്ടിയും കൂടെ കാണിക്കാം. കണ്ടോ, ഇത്രയും ചെറിയ ഏത് വലിപ്പത്തിൽ വേണമെങ്കിലും ഉള്ള ആനക്കുട്ടികളുണ്ട്. അതേപോലെ തന്നെ ഇനി അത് നമ്മൾക്ക് ഗോൾഡൻ ഷെയ്ഡിൽ വരുന്നതുകൊണ്ട് സിൽവർ ആൻറ്റിക്ക് വരുന്നുണ്ട്. ഏത് തരത്തിൽ വേണമെങ്കിലും നമുക്ക് ഡെവലപ്പ് ചെയ്യാവുന്നതേ ഉള്ളൂ. അതേപോലെ തന്നെ ഇനി വിഗ്രഹങ്ങളുടെ കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾക്ക് കൃഷ്ണ വിഗ്രഹങ്ങൾ കൃഷ്ണൻ്റെ തന്നെ 2 ഭാവം ഇതിൽ കാണുന്നുണ്ട്. കൃഷ്ണ വിഗ്രഹം, അതുപോലെ തന്നെ ദേവീ രൂപങ്ങൾ സരസ്വതി, ലക്ഷ്മി, ദുർഗ തുടങ്ങിയ എല്ലാ രൂപങ്ങളും വരുന്നുണ്ട്. അതുപോലെ തന്നെ അയ്യപ്പ വിഗ്രഹമുണ്ട് വരുന്നത്, ബ്ലാക്ക് ആൻഡ് ഗോൾഡിൽ എല്ലാം വരുന്നുണ്ട്. നടരാജ വിഗ്രഹമുണ്ട്. അതേപോലെ തന്നെ നമ്മൾക്ക് ശിവലിംഗം വരുന്നുണ്ട്, ഭഗവാന്റെ രൂപം വരുന്നുണ്ട്. അതേപോലെ നമ്മളുടെ ഇനി ഒരിക്കലും വിചാരിക്കേണ്ട ദേവീദേവന്മാരുടെ രൂപം മാത്രമേ ഉള്ളൂ എന്ന് ആരും കരുതരുത് കേട്ടോ. അതായത് കണ്ടോ, മാതാവും ജീസസ് ക്രൈസ്റ്റും വരുന്ന രീതിയിൽ വരുന്നുണ്ട്. അതേപോലെ തന്നെ ക്രോസ്, തിരുക്കുടുംബം എല്ലാം വരുന്നുണ്ട്. അതേപോലെ ഇനി നമ്മൾക്ക് ഞാനൊരു കാര്യം ഇട്ടുപോയി. കണ്ടോ, ഒറിജിനൽ ആലിലയുടെ ഫോസിലെടുത്തിട്ട് അതിൽ ഗോൾഡ് ലെയർ ചെയ്തിട്ട് ചെയ്യുന്നതാണ്. ഇതേപോലെ നമ്മൾക്കിതിപ്പോൾ ആലിലക്കണ്ണനാണ്, വെണ്ണ തിന്നുന്ന ആലിലക്കണ്ണനാണ് വരുന്നത്. അതേപോലെ തന്നെ നമ്മൾക്ക് ഗണപതി രൂപം വെച്ചിട്ടും ക്രൈസ്റ്റ്, കുരിശ് എല്ലാം വെച്ചിട്ട് ഇതുപോലെ വരുന്ന ഇതേപോലെ ആലിലയിൽ ഈ സെയിം ലീഫ് വേറൊരാൾക്ക് കിട്ടില്ല. അത് കാരണം ഓരോ ഇലകളും ഓരോ മനുഷ്യരും വ്യത്യസ്തമായിരിക്കുന്ന പോലെ ഓരോ ഇലയും വ്യത്യസ്തമായിരിക്കും. അപ്പോൾ അതിൻ്റെ സൈസ്, ഷേപ്പ്, ഫിഗർ എല്ലാം വ്യത്യാസം കാണും. അങ്ങനെ ഓരോരുത്തർക്കും കിട്ടുന്നത് യുണീക്കായിരിക്കും എന്ന് തന്നെ കരുതിക്കോ, പറക്കാട്ടിൻ്റെ ഒരു സ്പെഷ്യാലിറ്റി. അപ്പോൾ അതേപോലെ തന്നെ ഞാൻ പറയാൻ പറ്റുപോയി. ഇത് കണ്ടോ, ഇതേപോലുള്ള നമ്മൾക്ക് മൊമെൻറ്റോസ്, ഫലകങ്ങൾ, അതേപോലെ എന്ത് വേണമെങ്കിലും നമ്മൾക്ക് ഡിസൈൻ ചെയ്ത് ചെയ്യാവുന്നതേ ഉള്ളൂ. ഇത് കണ്ടോ, അതിൻ്റെ തന്നെ ചെറിയ വലുപ്പത്തിൽ ചെയ്യുന്നുണ്ട്. പിന്നെ ഇനി ഏറ്റവും കൂടുതൽ പറഞ്ഞിട്ടുണ്ട് നമ്മളുടെ ഇത് ശരിക്കും പറഞ്ഞാൽ നമ്മളുടെ സൗന്ദര്യ മത്സരങ്ങളിലെല്ലാം ഗിഫ്റ്റിംഗ് പർപ്പസിന് കൊടുക്കുന്ന ആ ഒരു രീതിയിൽ ചെയ്തിരിക്കുന്നത്. നമ്മൾക്ക് ലേഡി രൂപം മാത്രമല്ല കേട്ടോ, ജെൻസിൻ്റെയോ ഏത് രീതിയിലും കസ്റ്റം ചെയ്ത് ഫിലിം അവാർഡ്സ് അല്ലെ അതുപോലുള്ള എല്ലാ കാര്യങ്ങൾക്കും വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതുപോലെയുള്ളതൊക്കെ ആവശ്യമുണ്ടെങ്കിൽ എന്തും നമ്മൾ കസ്റ്റം ചെയ്ത് ചെയ്യുന്നു എന്നുണ്ട് ഒരു പ്രത്യേകതയുണ്ട്. ഇനി തീർന്നിട്ടില്ല, വിഗ്രഹങ്ങൾ മാത്രമല്ല കേട്ടോ. ഇത് കണ്ടോ, വാൽക്കണ്ണാടിയിൽ മുഖം നോക്കിയിട്ടുണ്ടെങ്കിൽ നമ്മൾക്ക് സൗന്ദര്യം ഓരോ ദിവസവും കഴിയുമ്പോൾ വർദ്ധിച്ചു വരുമെന്നാണ് ഒരു വിശ്വാസം. അപ്പം ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇതൊക്കെ വന്ന് എടുത്ത് നോക്കാറുണ്ട് കേട്ടോ. ഇനി ചെറുത് മാത്രമല്ല, നമ്മൾക്ക് വിവാഹമൊക്കെ കഴിഞ്ഞ് നവവധു ഒരു ഗൃഹത്തിലേക്ക് പ്രവേശനം ചെയ്യുന്ന സമയത്ത് നമ്മൾക്ക് അഷ്ടമംഗല്യത്തട്ട്, തലക അതുപോലുള്ളതെല്ലാം നമ്മളുടെ കയ്യിൽ ലഭ്യമാണ് കേട്ടോ. അപ്പോൾ അതിൽ വെച്ച് കൊടുക്കാനായിട്ട് ഐശ്വര്യമായിട്ട് കൊടുക്കാൻ പറ്റിയ രീതിയിലുള്ള നമ്മളുടെ വാൽക്കണ്ണാടി എന്ന് പറയുമ്പോൾ നമ്മളുടെ 6 മുള വാൽക്കണ്ണാടി തന്നെ സാധാരണ നമ്മളിത് വാങ്ങി കൊടുത്താലും കുറച്ച് കഴിയുമ്പോഴത്തേക്കും ഇതിൻ്റെ ബ്രാസിൽ ചെയ്തിരിക്കുന്ന ആ പോർഷനെല്ലാം കളർ മങ്ങിയിട്ട് കറുത്ത് പോകും. അപ്പോൾ നമ്മളുടെ മകളെ നമ്മൾ കല്യാണമൊക്കെ കഴിപ്പിച്ച് വിടുമ്പോൾ അത് എന്നും അതേ ശോഭ നിലനിൽക്കുന്ന രീതിയിൽ ഇനി 5 വർഷമോ 10 വർഷമോ എത്ര വർഷം കഴിഞ്ഞാലും അതേ രീതിയിൽ തന്നെ ഇരിക്കാനായിട്ട് നമ്മളുടെ പറക്കാട്ടിൻ്റെ എക്സ്ക്ലൂസീവ് വാൽക്കണ്ണാടി. ഇനി അതുപോലെ വാൽക്കണ്ണാടി മാത്രമല്ല, ഇപ്പം ഞാൻ എടുത്തു വെച്ചിരിക്കുന്നതിൽ ഇതുപോലുള്ള
ഉരുളി തൊട്ട് തളിക തൊട്ട് ഇതുപോലെയുള്ള ഇത് എന്താ ഫ്ലവർ പോട്ടായിട്ട് വേണമെങ്കിൽ യൂസ് ചെയ്യാം, നമ്മുടെ ബൗളായിട്ട് യൂസ് ചെയ്യാവുന്ന രീതിയിലുള്ള. ഇനി പറക്കാട്ടിന് സ്വർണ്ണ തളികയും സ്പൂണും ഗ്ലാസ്സും എല്ലാം ഉണ്ട് കേട്ടോ. അത് പക്ഷേ ഞാൻ ഇന്നിവിടെ എടുത്തു വെച്ചിരിക്കുന്ന കളക്ഷൻസിൽ വന്നിട്ടില്ല. ഇനി അത് മാത്രമല്ല, ഞാനൊരു അടിപൊളിയായിട്ടുള്ള കുങ്കുമ ചെപ്പ് കാണിച്ചു തരാം. കണ്ട, ഇതാ നമ്മുടെ ആനയൊക്കെ രണ്ട് സൈഡിലും കണ്ട നിൽക്കുന്ന രീതിയിൽ ഇതാ അടിപൊളിയായിട്ടുള്ളൊരു കുങ്കുമച്ചെപ്പ്, നല്ല അടപ്പൊക്കെ ആയിട്ടുള്ള. ഇനി അതിൻ്റെ ചെറിയ ആൻറ്റിക് ടച്ചിൽ വരുന്നതൊക്കെ ദാ ഇവിടെ ഫ്രണ്ടിലൊക്കെ നമ്മൾ ഡിസ്പ്ലേ വെച്ചിട്ടുണ്ട്. അങ്ങനെ ഒട്ടേറെ കളക്ഷൻസ്. ഇനി ഐഡൽസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്താ, ഞാൻ അതിനകത്ത് ഇപ്പോൾ ഒരു സ്പെഷ്യലായിട്ട് എന്തെങ്കിലും ഒന്ന് പറയാനായിട്ട്, ജസ്റ്റ് വെയിറ്റ്. ദാ സ്പെഷ്യലായിട്ടുള്ള നമ്മൾ മണിയടിയിലല്ലേ തുടങ്ങിയത്, ഒന്നുകൂടെ ആവാം അല്ലേ. ശരിക്കും ഇതാ ഇങ്ങനെ നമ്മൾക്ക് ഭിത്തിയിൽ വെക്കാവുന്ന രീതിയിലുള്ള നല്ലൊരു ഗണപതി വിളക്കാണ്. അപ്പോൾ ഇതേപോലുള്ള ഇതിൽ നമ്മൾക്ക് കണ്ടോ എണ്ണയൊക്കെ ഒഴിച്ച് കത്തിക്കണമെങ്കിൽ, പക്ഷെ കത്തിക്കുന്നതെന്ന് ഓർത്ത് കുഴപ്പമില്ല, ആ ഒരു പോർഷനിൽ പക്ഷേ ഗോൾഡ് പോകുമല്ലോ. അപ്പോൾ നമ്മൾ കത്തിക്കാതെ ഇത് സൂക്ഷിച്ച് വെക്കുകയാണെങ്കിൽ, നമ്മളിങ്ങനെ ഡെക്കറേറ്റീവായിട്ട് വെക്കുകയാണെങ്കിൽ ഏറ്റവും നന്നായിരിക്കും. അപ്പോൾ ദാ നല്ല മണിയൊക്കെ തൂക്കിയിട്ടുള്ള അടിപൊളിയായിട്ടുള്ള ഒരു ഗണപതി വിളക്ക്. അപ്പോൾ ഞാൻ വേറെ ഒന്ന് രണ്ട് ഐറ്റം കൂടി ഒന്ന് കാണിക്കാം. ഞാൻ പറയാൻ വിട്ടുപോയിരുന്നു നമ്മുടെ ഷിർദി സായിബാബ ഐഡൽ. ഇനി ഇത് മാത്രമല്ല, നമ്മൾക്ക് ദേവീദേവന്മാരുടെ രൂപങ്ങളല്ലാതെ ദാ നമ്മുടെ ഹാപ്പി മാൻ. എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കട്ടെ, ഹാപ്പി മാൻ. അപ്പോൾ ഇതേപോലുള്ള എന്തും പറക്കാട്ടിൽ കസ്റ്റം ചെയ്ത് കിട്ടും. നമ്മളുടെ ശ്രീബുദ്ധൻ്റെ രൂപമൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു എന്ന് കരുതുന്നു. ഇല്ലെങ്കിൽ ഇതാ സ്പെഷ്യലായിട്ട് ഇതേപോലുള്ള ഏത് വലിപ്പത്തിലുള്ള രൂപങ്ങളും ഉണ്ട്. ഇനി നമ്മൾക്ക് ഇതുപോലുള്ള, ഇപ്പം ഞാനൊരു ചെറിയ പശുവും കിടാവും കാണിച്ചു തരാം. എടാ പശുവും കിടാവും വരുന്നുണ്ട്. അതേപോലെ തന്നെ നന്ദി രൂപമൊക്കെ വരുന്നുണ്ട്. അതേ രീതിയിലുള്ള ഒട്ടേറെ കളക്ഷൻസ്. ഇനി ഇവിടെ വരാത്ത ഒത്തിരിയേറെ കളക്ഷൻസ് വേറെയുണ്ട് പറക്കാട്ടിൻ്റെ കളക്ഷനിൽ. നമ്മൾക്ക് തിരുപ്പതി ഭഗവാന്റെയൊക്കെ അടിപൊളിയായിട്ടുള്ള ബ്ലാക്ക് ആൻഡ് ഗോൾഡിൽ വന്നിരിക്കുന്ന വലിയ രൂപങ്ങൾ വരെ ഉണ്ട് കേട്ടോ. ഇനി നമ്മൾക്ക് അതേപോലെ തന്നെ ഏറ്റവും ഒരു സ്പെഷ്യൽ, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ നമ്മളുടെ വിളക്കിൻ്റെ കാര്യം പറഞ്ഞല്ലോ, ഈ ഇതിൽ വരുന്ന വിളക്കിൻ്റെ പറഞ്ഞപ്പോഴാണ് ഓർക്കുന്നത്, നമ്മളുടെ കയ്യിൽ ശരിക്ക് പറ, വിളക്ക്, അല്ലെങ്കിൽ അതുപോലെയുള്ള നമ്മളുടെ ട്രഡീഷണൽ തിങ്സ്, നിങ്ങളുടെ വീട്ടിലുള്ള ഏത് പഴയ പുരാതന കാലത്തെ വിളക്കോ അങ്ങനെയുള്ള തിങ്സൊക്കെ ആണെങ്കിലും കൊണ്ടുവന്ന് തന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് അതിന് ഗോൾഡ് ലെയർ ചെയ്ത് നല്ല അടിപൊളിയാക്കാനും സാധിക്കും. പിന്നെ പറക്കാട്ടിൻ്റെ കളക്ഷൻ്റെ നമ്മളുടെ ഒരു ഗ്രഹത്തിലേക്ക് നവവധു കാലെടുത്ത് വെച്ച് ആദ്യമായിട്ട് കയറി വരുമ്പോൾ നമ്മളൊരു വിളക്ക് കൊടുക്കുന്ന ഒരു സിസ്റ്റമൊക്കെ നമ്മളുടെ ഹിന്ദു കുടുംബങ്ങളിലൊക്കെ ഉണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് സ്പെഷ്യലായിട്ട് ഡിസൈൻ ചെയ്തിട്ടുള്ള നല്ല എക്സ്ക്ലൂസീവായിട്ടുള്ള നല്ല ഫിനിഷിൽ വരുന്ന ഒട്ടേറെ വിളക്കിൻ്റെ കളക്ഷൻ, പറ, അതുപോലുള്ള കളക്ഷൻസ് എല്ലാം പറക്കാട്ടിൻ്റെ കളക്ഷനിലുണ്ട്. ഇതെല്ലാം കാണാനായിട്ട് പറക്കാട്ടിൻ്റെ ഏതെങ്കിലും ഒരു ഷോറൂം ഡെഫിനറ്റായിട്ട് നിങ്ങളെല്ലാവരും വരണം. പിന്നെ ഇതിനെല്ലാം പുറമെ നമ്മൾ ശരിക്കും പറഞ്ഞാൽ നമ്മളുടെ കയ്യിലുള്ള ഇപ്പോൾ കണ്ണട ഫ്രെയിം ആയിക്കോട്ടെ, അല്ല വാച്ചിൻ്റെ ഫ്രെയിം ആയിക്കോട്ടെ, അങ്ങനെയുള്ള എന്തും പഴമയിൽ നിൽക്കുന്ന എന്ത് നമ്മൾക്ക് ഗോൾഡ് ലെയർ ചെയ്ത് തരാനായിട്ട് സാധിക്കുകയും ചെയ്യും. ഇനി നമുക്ക് നമ്മളുടെ വിഗ്രഹങ്ങളെല്ലാം എന്തിലാണ് ഇതിൻ്റെ രൂപം ഉണ്ടാക്കുന്നതെന്ന് കൂടി അറിയണ്ടേ. ഇത് കണ്ടോ, ഇത് നമ്മൾ ബ്രാസിൽ, പ്യുവറായിട്ടുള്ള ബ്രാസ് അല്ലെങ്കിൽ കോപ്പറിൽ അധികം ചെയ്യാറില്ല, നമ്മൾ ബ്രാസിൽ തന്നെ ചെയ്തിട്ടുള്ള വിഗ്രഹങ്ങളാണ് കൂടുതലും വരുന്നത്. ഇനി ബ്രാസിൽ മാത്രമല്ല കേട്ടോ, അതും കൂടെ അറിയണ്ടേ. ഇത് കണ്ടോ, ഇത് വന്നിരിക്കുന്നത് നമ്മൾ റെസിനിൽ ചെയ്തിരിക്കുന്നതാണ്. അപ്പോൾ റെസിനിൽ ചെയ്തിട്ട് അതിൻ്റെ പുറമെ ഫുൾ ഗോൾഡ് ലെയർ ചെയ്ത് അതിന് മീതെ നമ്മൾ ടെറാക്കോട്ടയിൽ വർക്ക് ചെയ്തിരിക്കുന്ന. ശരിക്കും പറഞ്ഞാൽ നമ്മൾക്ക് ഈ ഒരു റെസിനിൽ ചെയ്യുമ്പോൾ കുറച്ചുകൂടെ ഫിനിഷും കുറച്ചുകൂടെ ഓരോ മൈന്യൂട്ട് ഫീച്ചേഴ്സും നമുക്ക് എടുത്ത് കാണിക്കുന്ന രീതിയിൽ ചെയ്യാൻ പറ്റും. പക്ഷേ അതേപോലെ തന്നെയാണ് കേട്ടോ നമ്മൾ ബ്രാസിൽ ചെയ്യുന്നതും. നല്ല ഫിനിഷുള്ള ഏറ്റവും കൂടിയ സൂപ്പർ ക്വാളിറ്റിയിൽ ചെയ്തിരിക്കുന്ന ബ്രാസിൽ ചെയ്തിരിക്കുന്ന വിഗ്രഹങ്ങൾ മാത്രമാണ് പറക്കാട്ട് ജുവൽസിൻ്റെ എല്ലാ ഷോറൂംസിലും കാണുള്ളൂ. ഓക്കെ, അപ്പോൾ ഇതേപോലുള്ള വിഗ്രഹങ്ങളും ആഭരണങ്ങളും ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് പറക്കാട്ട് ജുവൽസിൻ്റെ
അങ്ങേയറ്റം പാറശാല മുതൽ ഇങ്ങേയറ്റം കാസർഗോഡ് വരെയുള്ള ഷോറൂമുകളും അതേപോലെ തന്നെ ബാംഗ്ലൂർ, ഹൈദരാബാദ്, കോയമ്പത്തൂർ, എല്ലാ തമിഴ്നാടിൻ്റെ എല്ലാ ഏരിയയിലുമുള്ള ഷോറൂംസിലും, മലേഷ്യ തുടങ്ങി എല്ലാ ഷോറൂംസിലും നിർബന്ധമായിട്ട് നിങ്ങളെല്ലാവരും ഒരു തവണയെങ്കിലും പോയി കാണുക, ടച്ച് ചെയ്യുക, ഫീൽ ചെയ്യുക, പർച്ചേസ് ചെയ്യുക. അപ്പോൾ പറക്കാട് ജുവൽസിൻ്റെ ഈ വിഗ്രഹങ്ങളും അതേപോലെ തന്നെ ഓർണമെൻറ്റ്സും പർച്ചേസ് ചെയ്യാനായിട്ട് തീർച്ചയായും പറക്കാട്ടിൻ്റെ വെബ്സൈറ്റും സന്ദർശിക്കുക. കൂടുതൽ വിവരങ്ങൾ അറിയാനായി പറക്കാട് ജുവൽസിൻ്റെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസായ ഇൻസ്റ്റഗ്രാം, ഫേസ്ബുക്കും ചെക്ക് ചെയ്യുക. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു. ഇഷ്ടമായെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതുപോലെ പറക്കാട് ജുവൽസിൻ്റെ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത എല്ലാവരും തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക. ബെല്ലൈക്കൺ അടിക്കുക. അയ്യോ